നമസ്കാരം, എൻ്റെ പേര് ശ്രീരാജ്. കേരള കലാമണ്ഡലത്തിൽ ചെണ്ട വിദ്യാർത്ഥിയായ ശേഷം അവിടെ അധ്യാപകനായിരുന്നു. ഇപ്പോൾ തൃപ്പൂണിത്തുറ RLV കോളേജിൽ കഥകളി ചെണ്ട വിഭാഗത്തിൽ ലെക്ചറായിട്ട് ജോലി ചെയ്യുന്നു. MA പഠനകാലത്ത് ഞാൻ ചിട്ടപ്പെടുത്തിയ മുറിയടന്ത താളത്തിലുള്ള മുറിയടന്ത മേളം ഇന്ന് അവതരിപ്പിക്കലുണ്ടായി. മുറിയടന്ത മേളത്തെക്കുറിച്ചൊന്ന് ചെറിയ സൂചന പറയാം. പാണ്ടി മേളമൊഴിച്ച് കേരളത്തിലെ ചെണ്ടമേളങ്ങൾക്ക് പൊതുവിലെ അടിസ്ഥാനം പഞ്ചാരി മേളമാണ്. പഞ്ചാരി മേളത്തിൻ്റെ അവസാന ഭാഗത്ത് മേളക്കൂറ് കൂട്ടുക അഥവാ രൂപകം കൂട്ടുക എന്നൊക്കെ പ്രാദേശികമായിട്ട് വ്യത്യാസമുണ്ടായിട്ട് പറയുന്ന ആ ഭാഗം 2 അടിയായിട്ട് പിടിക്കുന്ന താളം, അതിൻ്റെ നടമാറി 7 എന്ന അടന്ത നടയിലും ചെമ്പ നടയിലും അവസാനം പഞ്ചാരി നടയിലും പിടിക്കുന്ന രീതിയാണ് കഥകളിയിൽ പൊതുവിൽ മുറിയടന്ത താളം പദത്തിന് പാടുമ്പോൾ പ്രയോഗിക്കുന്നത്. എന്നാൽ വട്ടം വെച്ച് കലാശം പോലെയുള്ള നൃത്തത്തിൽ വരുമ്പോൾ 3-1 തി തി തൈ തൈ എന്നുള്ള 6 അക്ഷരം വരുന്നു. ഈ താളത്തിനെ വികസിപ്പിച്ച് 4 കാലങ്ങളിലാണ് മുറിയടന്ത മേളം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ 2 കാലങ്ങൾ പഞ്ചാരി 2ാം കാലം മുതൽ തുടങ്ങുന്ന, 1ാം കാലം കഴിഞ്ഞിട്ട് കൂട്ടുന്ന 2ാം കാലമല്ല, 2ാം കാലം മുതൽ തുടങ്ങുന്ന പഞ്ചാരി മേളത്തിൻ്റെ രീതിയിലും, അടുത്ത കാലം അതിൻ്റെ കുറവ് 16 അക്ഷരം വരുന്നത് 8 ആയിട്ട് കുറച്ച് വരുന്നു. പിന്നീട് അത് അടന്ത മേളത്തിലും ആയിട്ട് 2 കാലം, അങ്ങനെ മൊത്തത്തിൽ 4 കാലത്തിലാണ് മുറിയടന്ത മേളം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അവസാന താളം തി തി തൈ തൈ, അതിന് മുന്നേ വരുന്നത് തി തി തൈ തി തി തൈ തൈ തൈ. അതിന് താഴത്തെ കാലം ആദ്യത്തെ ത ത ത ത ദീം 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 ത ത ത ത ദീം 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 ദീം. ഇങ്ങനെ പഞ്ചാരി 3ാം കാലത്തിനോട് സാദൃശ്യമായിട്ടാണ് ആ കാലം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ കഥകളിയിൽ ഈ പറഞ്ഞ 3 നടകളിൽ പിടിക്കുന്നത് മേളത്തിൽ വരുമ്പോൾ കാണിക്കാൻ നമുക്ക് തീറുകലാശത്തിൻ്റെ അവസാനം കൊട്ടുന്ന തീറുകലാശത്തിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ 3 നടകളും അതിൽ കൊട്ടാൻ ശ്രമിച്ചിരിക്കുകയാണ്. 4 കാലങ്ങളിലായിട്ട് ചിട്ടപ്പെടുത്തിയ മേളത്തിൻ്റെ അക്ഷരകാലം 48, 24, 12, 6 എന്ന പഞ്ചാരി കണക്കിൽ തന്നെയാണ്. എന്നാൽ താളം പിടിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അവസാന കാലം കലാശിച്ച് കഴിഞ്ഞാൽ തീറ് കൂട്ടുന്നത് ഈ 3 നടകളിൽ മാറ്റി 7, 5 അവസാനത്തെ കാലത്തിൽ സാധാരണ കൊട്ടുന്ന തിസ്രഗതിയിലുള്ള തീറും കൂട്ടി അവസാനിപ്പിക്കുന്നു. ഇതാണ് മുറിയടന്ത മേളത്തിൻ്റെ ഒരു പൊതുരൂപം. ഇപ്പോൾ കഥകളി സമ്പ്രദായത്തിൽ മുറിയടന്ത കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതും മേളത്തിൽ മുറിയടന്ത പ്രയോഗിക്കുക വന്നതാണ് MA പഠനത്തിന് സമയത്ത് ഒരു സെമിനാറിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ചപ്പോൾ അങ്ങനെ ചെയ്തത്. MA പഠനകാലത്ത് ചിട്ടപ്പെടുത്തിയ ഈ മേളം ഇപ്പോൾ RLV കോളേജിൽ സമഭാവന പരിപാടിയോടനുബന്ധിച്ചാണ് അവതരിപ്പിക്കാൻ അവസരം ഉണ്ടായത്. അതിലെന്നെ പ്രാപ്തനാക്കിയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഗുരുസ്ഥാനീയർ, പിന്നെ കഥകളി ചെണ്ട വിഭാഗത്തിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, പിന്നെ സമഭാവന പരിപാടിയുടെ സംഘാടകരും മറ്റെല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനി ഇതിൽ മേളത്തിൽ പങ്കെടുത്ത പ്രമാണിമാരെ മാത്രം ഞാൻ പറയാം. വലന്തല പെരുമ്പളം ശരത്ത്, എലത്താളം പെരുമ്പളം ശ്രീകാന്ത്, ശരത്ത് പൂർണ്ണത്രയീശം, പിന്നെ കുഴൽ തിരുനായത്തോട് ധനേഷ്, കൊമ്പ് ഓടക്കാലി പ്രവീൺ. ആദ്യത്തെ കാലം പഞ്ചാരി 2ാം കാലം മുതൽ തുടങ്ങുന്ന ആ കാലം പോലെ തന്നെയാണെങ്കിലും കുഴലിൽ ആദ്യത്തെ കാലത്തിൽ സൗരാഷ്ട്ര രാഗത്തിലും 2ാം കാലം ഹിന്ദോളം രാഗത്തിലും 3ാം കാലം മേളത്തിൽ ശങ്കരാഭരണ രീതിയിൽ ശങ്കരാഭരണ രാഗത്തിൻ്റെ മോഡലിൽ വായിക്കാറുള്ള ആ ഭാഗമാണ്. താളത്തിൽ നിർത്തിക്കൊണ്ട് വായിച്ചു. അവസാനം മോഹനവർണ്ണത്തിൻ്റെ ഒരു തുടക്കം അത് ആ 3-1 നിർത്തിക്കൊണ്ടാണ് വായിച്ചത്. അവസാനം ഈ നട കൊട്ടുന്ന സമയത്ത് കൊമ്പും ഇലത്താളത്തിലും ആ നട മാത്രം കൃത്യമായിട്ട് നിർത്തിയാണ് താളം പിടിച്ചിരിക്കുന്നത്. ആദ്യത്തിൽ അടന്ത നടയും
നമ്മൾ മിശ്ര നട എന്ന് പറയുന്ന അതും, രണ്ടാമത്തേൽ ഖണ്ഡനടയും, അടുത്ത അതിൽ തിസ്ര നടയും, അങ്ങനെ ആയിട്ടാണ് നിലവിൽ ചിട്ടപ്പെടുത്തിയത്. നന്ദി.